ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് അനേകം പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ തകർന്ന സ്വപ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ തീരാത്ത കണ്ണുനീർ ഒപ്പുന്നതിനു വേണ്ടി ആരും കാണാത്ത നിങ്ങളെ തളർത്തുന്ന വേദനകൾ സുഖപ്പെടുത്താൻ, നിങ്ങളുടെ ആന്തരിക പോരാട്ടങ്ങളെ നേരിടാൻ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അനുഗ്രഹം വൈകിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചത് എല്ലാം നിഷേധിക്കപ്പെട്ടതായി തോന്നിയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിൽ വീണ്ടും എല്ലാം സാധ്യമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല. കർത്താവിൽ തീക്ഷ്ണതയോടെ, വിശ്വാസത്തോടെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ, നമ്മുടെ വേദനകളെ, രോഗത്തെ, നമ്മെ അലട്ടുന്ന വിശ്വാസ വഞ്ചനകളെ, സമാധാനമില്ലാത്ത ദിവസത്തെ, ഉത്തരങ്ങളില്ലാത്ത ചോദ്യത്തെ, ഇവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബ പ്രശ്നത്തെ, ഔദ്യോഗിക പ്രശ്നങ്ങളെ, ബിസിനസ്സിലുള്ള തകർച്ചകളെ, മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ, നമ്മുടെ സമാധാനം കെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് നമ്മെ വഴികാട്ടുന്നതിന് വേണ്ടി നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം നൽകാതിരിക്കുകയില്ല. അതിനാൽ ഇന്നുവരെ നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവകരങ്ങളിൽ നിന്നും ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങളെ യോഗ്യരാക്കുകയാണ് ഈ കാലതാമസം നേരിടുന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഇന്ന് നമ്മെ തന്നെ പക്വതപ്പെടുത്താൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ യോഗ്യരാക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 5 നിയോഗങ്ങളെ ഈ മാസം, ഈ ഡിസംബർ മാസം അത്യാവശ്യമായി സാധിക്കേണ്ട 5 നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, ഈ വർഷം തീരുന്നതിന് മുൻപ് ഈ 5 നിയോഗങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി, സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ 5 നിയോഗങ്ങൾ ഈ മാസം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതിന്, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ 5 നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 25. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസ വഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്.
പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങയിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ നിന്റെ അനന്ത കൃപയാൽ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ഈ സങ്കീർത്തനത്തിലൂടെ ഈ വർഷം ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ, ഈ ഡിസംബർ മാസം തീരുന്നതിനു മുൻപ് ഞങ്ങൾക്ക് സാധിക്കേണ്ടതായ 5 നിയോഗങ്ങളെ, ഏറ്റവും അത്യാവശ്യമായ ഈ 5 നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിയോഗങ്ങളുടെ മേൽ, ഈ മക്കൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ 5 നിയോഗങ്ങളുടെ മേൽ നീ ഇടപെടണമേ. നിന്റെ ശക്തി അവിടുന്ന് തെളിയിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഈ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. കർത്താവേ, ചില പ്രശ്നങ്ങൾക്കുമേൽ ഉള്ള ഇവരുടെ തോരാത്ത കണ്ണുനീർ നീ തുടയ്ക്കണമേ. കർത്താവേ, കാലതാമസം വരുന്ന പ്രാർത്ഥനകൾക്ക് നീ എത്രയും വേഗം ഉത്തരമരുളണമേ. ഈ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി എല്ലാ രോഗങ്ങളിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും, ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും ഇവരെ നീ സുഖപ്പെടുത്തണമേ. ഇവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗാവസ്ഥയിൽ നിന്ന്, ക്യാൻസർ രോഗത്തിൽ നിന്ന്, മറ്റ് എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ മക്കളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകി ആരോഗ്യം വീണ്ടെടുത്ത് ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികത്തെ നീ കാണണമേ. സാമ്പത്തികമായി ഒത്തിരി തകർന്ന അവസ്ഥയിലുള്ള ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പോലും കഴിയാത്ത, മക്കൾക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ, നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നിങ്ങൾക്ക് നന്മ വരുത്തുകയില്ല എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, അതിനാൽ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൂരെ വെച്ച് നീ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായ 5 നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാരുണ്യത്തോടെ ഈ മക്കളെ കാണണമേ. ഇവരിൽ സാമ്പത്തികമായി തകർന്നവർക്ക് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തിന് മരുന്ന് വാങ്ങിക്കാൻ പോലും കയ്യിൽ പണമില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോൺ അടച്ചു തീർക്കാതെ
ജപ്തി നോട്ടീസ് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടുപണി സാമ്പത്തികമില്ലാത്തതിനാൽ പകുതിക്ക് വെച്ച് നിർത്തി അനേക വർഷങ്ങളായി അതേ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണമില്ലാത്തതിനാൽ മക്കളുടെ വിവാഹം നടത്താൻ ശേഷിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പഠനത്തിന് ആവശ്യമായ സാമ്പത്തികമില്ലാത്തതിനാൽ കർത്താവെ, അവരുടെ പഠിപ്പ് പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയെ നീ പടുത്തുയർത്തണമേ. ദൈവമേ, എത്രമാത്രം ഞങ്ങൾ അധ്വാനിച്ചിട്ടും പ്രതിഫലം ലഭിക്കാത്തതിനാൽ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, വരുമാന മേഖലയിലുള്ള തകർച്ചകൾ, ഞങ്ങളുടെ തകർന്നുപോയ പ്രതീക്ഷകൾ, പ്രത്യാശയറ്റ ജീവിതം നിന്നിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു. പ്രത്യാശയറ്റവർക്ക് പ്രത്യാശയായി കർത്താവായ യേശുവേ, ഈ ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ ഞങ്ങൾക്ക് പുതിയ പ്രത്യാശ നൽകാൻ നീ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഈ വർഷം തീരുന്നതിന് മുൻപ് പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നുവരെ നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. നീ എന്തൊക്കെ നൽകിയാലും അതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അതിനാൽ കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്നെ കാത്തിരിക്കുന്നവരുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപമാനത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസ വഞ്ചകർ അപമാനമേൽക്കട്ടെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപമാനങ്ങൾ, പരിഹാസങ്ങൾ, അട്ടഹാസങ്ങൾ, ശത്രുവിൻ്റെ ഘോരഘോരമായ ഉപദ്രവങ്ങൾ, അട്ടഹാസങ്ങൾ ഇതെല്ലാം മാറുന്നതിനു വേണ്ടി നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണമേ. ഒരിക്കലും നിനക്കെതിരെ ഞങ്ങൾ വിശ്വാസ വഞ്ചന കാണിക്കാതിരിക്കാൻ കർത്താവെ, അവിശ്വസ്തതയുടെ ദുരാത്മാവിനെ ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യണമേ. കർത്താവെ, നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാണപ്പെടുന്നവർക്ക് വലിയ പ്രതിഫലമാണ് നീ നൽകുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കാൻ, നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കാനായി ഞങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഭഗ്നാശനാകാൻ നീ അനുവദിക്കുകയില്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല. ശത്രുക്കൾ ഞങ്ങളുടെ മേൽ വിജയമാഘോഷിക്കാൻ നീ അനുവദിക്കരുതേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെയുള്ള, ഞങ്ങളുടെ വസ്തുവകകൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും ഞങ്ങൾക്കൊരു ഉയർച്ച നൽകി ജീവിതത്തിൽ നിന്ന് എപ്പോഴും നിരാശ മാറ്റി ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ വേദനകൾ എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ദുഃഖം അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്, എന്നെ മറ്റാരേക്കാളും അടുത്തറിയാവുന്നവൻ എൻ്റെ ദൈവമായ കർത്താവാണ്. അതിനാൽ തന്നെ എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയാണ് അവനുള്ളത് എന്ന വിശ്വാസത്തിൽ കർത്താവെ, നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ.
നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപപ്പിഴവുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നിന്റെ പാതകളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. നിന്റെ നേർവഴി നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലിൽ കൂടി ഞങ്ങൾ പ്രവേശിക്കാൻ, ആ വാതിലിൽ കൂടി ഞങ്ങൾ ജീവിത ലക്ഷ്യത്തിലെത്താൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, നിന്നിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു. ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഈ 5 നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസവും, തടസ്സങ്ങളും മാറ്റി ജോലിയിൽ സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈനംദിനം തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബിസിനസ്സിന്മേൽ നീ ഇടപെടണമേ. ആരൊക്കെ എത്രയൊക്കെ സാമ്പത്തിക വ്യവസ്ഥകൾ, എത്രയൊക്കെ സാമ്പത്തിക മാന്ദ്യങ്ങൾ ചുറ്റുമുണ്ടായാലും നിന്നിൽ ആശ്രയിക്കുന്നവരുടെ ബിസിനസ്സിന് ഒരിക്കലും തകർച്ചയുണ്ടാവുകയില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ വിശ്വസ്തയോടെ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരിക്കലും തകരാൻ നീ അനുവദിക്കുകയില്ല. കർത്താവേ, ഞങ്ങളുടെ ബിസിനസ്സിൽ വിശ്വസ്തത കാട്ടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ മക്കൾ ഐശ്വര്യത്തിൽ കഴിയാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, അങ്ങയെ ഭയപ്പെടുന്നവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അതിനാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി, ഞങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ട വഴി നീ കാണിച്ചു തന്ന് ശാശ്വതമായ നീതിയുടെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന് നീ സഹായിക്കണമേ. കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ഉള്ളി കണ്ണുനീരും അത് വീഴുന്നതിന് മുൻപ് തന്നെ നീ ഒപ്പിയെടുക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീർ നീ ഒരു കുപ്പിയിൽ ശേഖരിച്ച് ആ കണ്ണുനീരിൻ്റെ കാരണത്തെ നീ സുഖപ്പെടുത്തുന്നുവല്ലോ. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്നോട് ഞങ്ങളുടെ 5 നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ 5 നിയോഗങ്ങളെ ഏറ്റെടുത്ത് വലിയ അത്ഭുതവും അടയാളവും നീ ഇവരിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം നേടിയെടുക്കാനുള്ള, ഈ വർഷം തീരുന്നതിന് മുൻപ്, ഈ 2025 തീരുന്നതിന് മുൻപ്, 2026 വർഷം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ, 5 കാര്യങ്ങളെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ മൗനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്ന നാഥ, ഈ 2026 വർഷം തുടങ്ങുന്നതിന് മുൻപ് ഈ 5 നിയോഗങ്ങളുടെ മേൽ നീ ശക്തമായി ഇടപെടണമേ. ഇത് സാധിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. വഴിയും സത്യവും ജീവനുമായ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക വഴി. ഞങ്ങൾക്ക് സഹായം മറ്റാരിൽ നിന്നുമല്ല, എന്നാൽ അങ്ങയിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നത്. കർത്താവെ, അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല. അതിനാൽ ഈ 5 നിയോഗത്തിന്മേൽ ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ 5 നിയോഗത്തിന്മേൽ നീ ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ ഇടപെടണമേ. വലിയ അത്ഭുതം കാണാൻ, നിനക്കൊരു സാക്ഷിയായി മാറാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തത കാട്ടാൻ, എളിമയോടെ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ, സകല പാപക്കറകളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ. എല്ലാ തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും അകന്നു മാറാൻ, അവിശ്വസ്തതയുടെ ദുരാത്മാക്കളെ ദൂരെ അകറ്റി എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തത കാട്ടാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവേ, അങ്ങ് ഏറ്റവും വെറുക്കുന്ന പാപം അവിശ്വസ്തതയാണല്ലോ. അതിനാൽ തന്നെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ക്ഷമിക്കും. എന്നാൽ അവിശ്വസ്തത നിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നിന്നോട് അവിശ്വസ്തത കാട്ടിയ ഞങ്ങൾ എത്ര നീതികെട്ടവരാണ്. അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളോട് വിശ്വസ്തത കാട്ടുമ്പോൾ ഞങ്ങൾക്ക് തിരികെ നിന്നോടും വിശ്വസ്തത കാണിക്കുവാൻ ജീവിത അവസാനം വരെ എത്രയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാവരും ഉപേക്ഷിച്ച് കടന്നുപോയാലും, ഇയ്യോബിനെ പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. കർത്താവ് നൽകി, കർത്താവ് എടുത്തു. ദൈവമേ, ഈ ഒരു പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടാകണമേ. അതിനാൽ ദൈവമേ, നിന്നിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തെ ഭരണം നടത്തി, ആധിപത്യം പുലർത്തി, ഞങ്ങളുടെ മേൽ കനിവ് തോന്നി. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച 5 നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ നീ ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിമാനായ ദൈവമേ, നിന്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അനീതി പ്രവർത്തിച്ച ഞങ്ങളുടെ മേൽ കരുണ തോന്നി. മേലിൽ നിന്റെ നീതിയിൽ ആശ്രയിച്ച്, നിന്നിൽ വിശ്വാസമർപ്പിച്ച്, നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും വിശ്വസ്തത കാട്ടാൻ ദൈവമേ ഒരു വിശാലമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കാൻ, കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ ഞാൻ കാത്തിരിക്കും എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവിടുന്ന് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തില്ല. എൻ്റെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കും എന്ന ബോധ്യത്തോടെ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രാർത്ഥനയിൽ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ഞങ്ങളുടെ ജീവിതം നിനക്കൊരു സാക്ഷ്യമായി മാറാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കണക്കാക്കുന്നതിനെ ഓർത്ത്, നീ അതിൽ ഇടപെടുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ പാപമാലിന്യങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും അയോഗ്യതയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച്, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ച്, നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്ഥലം വിൽപ്പനയ്ക്കു വേണ്ടി ആഗ്രഹിച്ചിട്ട് വർഷങ്ങളായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹം നടക്കാൻ ഒത്തിരി തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹത്തിന് താല്പര്യമില്ലാത്ത ഒരു കൂട്ടം വ്യക്തികൾ, ദൈവമേ, ഇവർക്ക് മാനസാന്തരം നൽകി വിവാഹം എന്ന കൂദാശ, കുടുംബജീവിതം എന്ന അനുഗ്രഹപ്രദമായ ജീവിതം ഏറ്റെടുക്കുന്നതിനുള്ള ധൈര്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. തക്കതായ ജീവിത പങ്കാളികളെ നൽകി എല്ലാ മക്കളെയും വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വർഷം ബോർഡ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് നിന്റെ കൃപയും കാരുണ്യവും ബുദ്ധിയും കൊടുത്ത് അവരുടെ ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിന്റെ ശക്തി പ്രദാനം ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കൃപ നൽകി, പഠനത്തിൽ താല്പര്യം നൽകി പഠിക്കുന്ന എല്ലാ മക്കളെയും നീ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ എല്ലാ ജീവിതങ്ങളെയും വീണ്ടും നീ കൂട്ടിച്ചേർക്കണമേ. കുടുംബജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്ന ഓരോ വ്യക്തിയുടെ മേലും നീ ഇടപെടണമേ. കർത്താവേ, ദുഷ്ട സംശയങ്ങളെ നീക്കം ചെയ്ത് വിശ്വാസത്തിൽ പരസ്പരം വിശ്വസ്തയോടെ ദമ്പതിമാർ ജീവിക്കുന്നതിന്, കുടുംബം ഒന്നിച്ച് വിശ്വസ്തത കാട്ടുന്നതിന് കർത്താവേ, നിന്റെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ എല്ലാ ദമ്പതിമാർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇവർക്ക് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അയോഗ്യതയും യേശു നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ ഇവർ സ്വീകരിക്കട്ടെ. യേശു നാമത്തിൻ്റെ ശക്തിയാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഇപ്പോൾ തന്നെ ഇവർ പ്രാപിക്കട്ടെ. എല്ലാ രോഗപീഠകളിൽ നിന്നും ഈ മക്കൾ സൗഖ്യപ്പെടട്ടെ. ജോലിയിലുള്ള എല്ലാ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ജോലി ചെയ്തിട്ടും പ്രതിഫലം ലഭിക്കാത്തവർക്ക് യേശു നാമത്തിൽ പ്രതിഫലം കർത്താവ് നൽകി ഇപ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇവരുടെ പ്രതിഫലത്തിനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഇവരുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളുടെ ശുഭമായ ഭാവിക്കും ഭദ്രതയ്ക്കുമുള്ള സുരക്ഷിതത്വമുള്ള ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബ ജീവിതത്തിലുള്ള എല്ലാ അപാകതകളും ദുസ്സംശയങ്ങളും മാറിപ്പോകട്ടെ. ദമ്പതിമാർ തമ്മിലുള്ള വിശ്വസ്തത യേശു നാമത്തിൽ സുരക്ഷിതമായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. കടബാധ്യതകൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകളും മകനും യേശു നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ രോഗികളും യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് അവിടുന്ന് അയക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ ശത്രുദോഷങ്ങളും മാറിപ്പോകട്ടെ. ശാപദോഷ ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടകലട്ടെ. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, വസ്തുവകകൾക്ക് ചുറ്റും, കുടുംബത്തിന് ചുറ്റും കർത്താവിൻ്റെ സുരക്ഷിത വലയമുണ്ടാകട്ടെ. യേശുനാമത്തിൽ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്നേക്കുമായി നിങ്ങൾ മോചിതരാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യമായി മാറട്ടെ. യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹം നൽകി ഈ 2026 വർഷം കടക്കുന്നതിന് മുൻപ് ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമായി ഇനിയുള്ള നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇവരിൽ നടത്തുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, ഈ മക്കൾക്കു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ. സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരെ നീ കാത്തുകൊള്ളണമേ. മാതാവേ, നിന്നിൽ വിശ്വസിക്കുന്നവരിലും നിന്നിൽ വിശ്വസിക്കാത്തവരിലും ദൈവകൃപ വ്യാപരിക്കുന്നതിന്, പരിശുദ്ധ അഗ്നി വ്യാപരിക്കുന്നതിന്, എപ്പോഴും ദൈവിക സംരക്ഷണം ഉണ്ടാകുന്നതിന്, നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം ഉണ്ടാകുന്നതിന്, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഈ മക്കൾ അനുഭവിക്കുന്നതിന് അമ്മേ മാതാവേ, ഇവരോട് കൂടെ എപ്പോഴും നീ ഉണ്ടായിരിക്കണമേ. ശത്രു ഇവരെ തൊടാൻ നീ അനുവദിക്കരുതേ. ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ നീ അനുവദിക്കരുതേ. ശത്രു ഇവരുടെ കുടുംബത്തെ തൊടാൻ നീ അനുവദിക്കരുതേ. മാതാവേ, ഇവരുടെ കുടുംബത്തിന് ചുറ്റും നിന്റെ സാന്നിധ്യമുണ്ടാകണമേ. നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ രാജ്ഞിയായി, റാണിയായി എപ്പോഴും വാഴണമേ. ഞങ്ങളുടെ ഈ 5 നിയോഗത്തിന്മേൽ അമ്മേ മാതാവേ, നിന്റെ സ്ഥാനം നീ ഉറപ്പിക്കണമേ. നിന്റെ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഇതാവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ഈ 5 നിയോഗങ്ങൾ ഈ മാസം തന്നെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വ്യാപരിക്കാൻ നിങ്ങളെ അവിടുന്ന് സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ബിസിനസ് ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ എല്ലാം വിശ്വസ്തത പുലർത്താൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തത കാണിക്കുന്നവരുടെ പ്രതിഫലം മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ദൈവസന്നദ്ധിയിൽ വിശ്വസ്തരായിരിക്കുക. കർത്താവ് നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നു. അതിനാൽ വിശ്വസ്തയോടെ ദൈവസന്നദ്ധിയിൽ വ്യാപരിച്ചാൽ നിങ്ങൾക്ക് വലിയ മഹത്വമാണ് അവിടുന്ന് കരുതി വച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ ആ മഹത്വം നിങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ജീവിതാവസാനം വരെ ദൈവ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തരായിരിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.